മാർത്തോമാ മെത്രാന്മാരുടെ സ്മാരകമായുള്ള 2 ത്രോണോസുകൾ പിന്നീട് പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവായാണ് കൂട്ടിച്ചേർത്തത്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ കൊളുത്തിയ വിശ്വാസത്തിന്റെ തിരുനാളം ഇന്നും അണയാതെ തിരിയിൽ നിന്നും കൊളുത്തിയ പന്തം പോലെ തലമുറ കൈമാറി ലോകമെങ്ങും വ്യാപിക്കുകയാണ്. ഇതിന്റെ പ്രതിരൂപമെന്നോണം നിരണം പള്ളിയിലെ കിടാവിളക്ക് നൂറ്റാണ്ടുകളായി അണയാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. നിരണം പള്ളിയും കൊലിയ വിളക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ആയിരത്തി 1796 പുത്തൻകാവ് പള്ളി കൂദാശയ്ക്ക് നിരണം പള്ളി സമ്മാനം നൽകിയത് ഒരു കൊലിയ വിളക്കായിരുന്നു. മഹാനായ മാർത്തോമാ ഒന്നാമന്റെ പിൻഗാമി മാർത്തോമാ രണ്ടാമൻ തന്റെ ആസ്ഥാനമാക്കിയത് നിരണത്തു പള്ളിയായിരുന്നു. നിരണത്തെ ഗ്രസിച്ച ഒരു കഠിന വരൾച്ചക്കാലത്ത് അദ്ദേഹം മഴയ്ക്കായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. വരൾച്ചയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് മഴ പെയ്തു. പക്ഷേ മഴയോടൊപ്പം വന്ന ഇടിമിന്നലേറ്റ് അദ്ദേഹം കാലം ചെയ്തു. 1686 മേടം 2-നായിരുന്നു ഈ സംഭവം. അദ്ദേഹത്തെ നിരണത്തു പള്ളിയിൽ ഖബറടക്കി. പിന്നീട് 1767 മെയ് 8-ന് കാലം ചെയ്ത മാർത്തോമാ അഞ്ചാമനെയും ഖബറടക്കിയിരിക്കുന്നത് ഇവിടെയാണ്. വലിയ മാർ ദീവന്യാസിയോസ് 1808 ഏപ്രിൽ 8-ന് കാലം ചെയ്തത് നിരണത്തു പള്ളിയുടെ പടിപ്പുരമാളികയിൽ വെച്ചാണെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ ഖബറടക്കിയിരിക്കുന്നത് അദ്ദേഹം സ്ഥാപിച്ച പുത്തൻകാവ് പള്ളിയിലാണ്. 1877 മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായി വിഭജിച്ചു. ചാത്തുരത്തിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത നിരണത്ത് ദൈവമാതാവിന്റെ പള്ളിയും ചുറ്റുമുള്ള മറ്റ് 21 പള്ളികളും ചേർന്ന നിരണം ഭദ്രാസനത്തിന്റെ ചുമതലയേറ്റു. നിരണത്തും സമീപസ്ഥമായ പരുമലയിലും മാറി മാറി താമസിച്ച് ഈ ഭദ്രാസനത്തെയും പിന്നീട് തന്റെ ഭരണപരിധിയിലെത്തിയ തുമ്പമൺ, കൊല്ലം ഭദ്രാസനങ്ങളെയും വേദ വിപരീതത്തിൽ നിന്നും അദ്ദേഹം വീണ്ടെടുത്തു. ഈ മുറിയിൽ താമസിച്ചാണ് പരിശുദ്ധ പരുമല തിരുമേനി ദീർഘകാലം ഭദ്രാസന ഭരണം നടത്തിയത്. ഇവിടുത്തെ ഓരോ മണൽത്തിരിയും അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ തുടർന്ന് കല്ലാശ്ശേരിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസും അദ്ദേഹം കാതോലിക്കായതിനെ തുടർന്ന് തോമാ മാർ ദീവന്യാസിയോസും ഭദ്രാസന അധിപന്മാരായി. ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലിത്തയാണ് ഇപ്പോൾ ഭദ്രാസന അധിപൻ. യൂഹാനോൻ മാർ ക്രിസോസ്റ്റമസ് ആണ് സഹായമെത്രാൻ. അനേകം പ്രഗത്ഭ വൈദികരെയും അൽമായ പ്രമുഖരെയും സഭയ്ക്ക് സംഭാവന നൽകിയ നിരണം പള്ളിയിൽ നിന്നും മേൽപ്പെട്ട സ്ഥാനത്തേക്കുയർന്ന ഏക വ്യക്തിയാണ് പെരുന്നാട് ബഥനി ആശ്രമത്തിന്റെ സഹസ്ഥാപകൻ മട്ടക്കൽ അലക്സിയോസ് മാർ തേവോദോസിയോസ് മെത്രാപ്പോലിത്ത. 1912 നിരണം പള്ളി ഒരു ചരിത്ര സംഭവത്തിന് വേദിയായി. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിലേക്ക് കാതോലിക്കയായി കണ്ടനാട് ഇടവകയുടെ മുറിമറ്റത്തിൽ പൗലൂസ് മാർ ഈവാനിയോസ് മെത്രാപ്പോലിത്തയെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തെ 1912 സെപ്റ്റംബർ 15-ന് പരിശുദ്ധ ബെസേലിയോസ് പൗലൂസ് പ്രഥമൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കയായി ഈ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ അബ്ദുൽ മിശീഹ പാത്രിയാർക്കിസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ വാഴിച്ചു. മാർത്തോമാ ശ്ലീഹ പള്ളി പണിത മാർത്തോമാ ശ്ലീഹ വൈദിക പട്ടം നൽകിയ അതേ മണ്ണ്. മാർത്തോമാ ശ്ലീഹയുടെ ശ്ലൈഹിക സിംഹാസനത്തിൽ ഇന്ത്യയിലെ ആദ്യ പിൻഗാമിയെ വാഴിക്കുന്നതിന് രംഗഭൂമിയായി. തുടർന്ന് 1925 മീനം 17-ന് വാകത്താനം ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലിത്തയെ മാർ ബെസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ എന്ന പേരിൽ രണ്ടാമത്തെ കാതോലിക്കയായി വാഴിച്ചതും നിരണത്ത് പള്ളിയിൽ വെച്ചാണ്. അദ്ദേഹത്തെ തുടർന്ന്
പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ, പരിശുദ്ധ ബെസേലിയോസ് ഔഗേൻ പ്രഥമൻ, പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ, പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ എന്നിവർ യഥാക്രമം പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിൽ കാതോലിക്കാമാരായി സ്ഥാനമേറ്റു. എല്ലാവരെയും മനുഷ്യമായിട്ടും അങ്ങനെയുള്ളവരെ വാഴ്ത്തി അനുഗ്രഹിക്കും, സംശയമൊന്നുമില്ല. നിങ്ങളെയും ബലഹീന നമ്മെയും ആ കൂട്ടത്തിൽ ചേർത്ത് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഹൃദയംഗമായ നന്ദി നന്ദി നന്ദി. 2005 ഒക്ടോബർ 31 മാർ മാത്യൂസ് ദ്വിതീയൻ സ്ഥാനത്യാഗം ചെയ്ത് പിൻഗാമിയായി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ ദിദീമോസ് പ്രഥമനെ പൗരസ്ത്യ കാതോലിക്കയായും മലങ്കര മെത്രാപോലീത്തയായും വാഴിച്ചു. ജലമാർഗമായിരുന്നു അന്നത്തെ പ്രധാന യാത്രോപാധി. കരമാർഗ പ്രയാണത്തിന് കാളവണ്ടിയും പല്ലക്കും മേനാവും. കാലചക്രത്തിന്റെ പുരോഗതിയിൽ പുതിയ ഗതാഗത മാർഗങ്ങൾക്ക് മുമ്പിൽ ഈ പൂർവിക സഞ്ചാര സാമഗ്രികൾ അപ്രസക്തമായി. വിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ട അവയെ പക്ഷേ നിരണത്തു പള്ളി മറന്നില്ല. തലമുറകൾക്ക് വേണ്ടി ഈ പൈതൃകങ്ങളെ സംരക്ഷിക്കേണ്ട ആവശ്യം മനസ്സിലാക്കിയ നിരണത്തു പള്ളി ഈ പൂർവിക സമ്പത്തുകളെ പുനർജീവിപ്പിച്ചു. നാമത്തിൽ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്നേഹയുടെ അടയാളത്താൽ ഈ വില്ലുവണ്ടി ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശമേറ്റ ഈ മണ്ണിൽ മലങ്കര മെത്രാന്മാരുടെ യാത്രോപാധികൾ തലമുറകളെ ആകർഷിച്ചുകൊണ്ട് വിശ്രമിക്കുന്നു. അക്ഷര കേരളത്തിന് അഭിമാനാർഹമായ സംഭാവനകൾ നൽകിയ മണ്ണാണ് നിരണം. പണ്ഡിത ബ്രാഹ്മണരുടെ ഈ പുരാതന സങ്കേതമാണ് കണ്ണശ കവികൾക്ക് ജന്മം നൽകിയത്. മാർത്തോമാ ചരിതം വർണ്ണിക്കുന്ന പുരാതനമായ തോമാപർവം റമ്പാൻ പാട്ട് എഴുതപ്പെട്ടത് ഈ മണ്ണിന്റെ മക്കളാലാണ്. വമ്പൊരു തോമാ എന്തോമതൊക്കെ മാർഗം നൽകിയ വൃത്താന്തം അമ്പാൻ മാളിയക്കൻ രണ്ടാം തോമാ റമ്പാൻ ചെയ്തൊരു ചരിത്രത്തിൽ വിരിവുകൾ മാറ്റിട്ടെഴുതാ ഈ വിധം എളിയവരറിവാൻ പാടിയൊരു
ബിരുദുകൾ കുറയും 48 അയാളുടെ പിതൃവാം തോമാമേ. ശക്തി നിറഞ്ഞോൻ തോമാസ്ലീഹ, ശക്തി നിറഞ്ഞോൻ തോമാസ്ലീഹ, ശക്തി നിറഞ്ഞോൻ തോമാസ്ലീഹ. നന്മകൾ ചെയ്യുവാൻ ഈ ചരിതം ഭക്തിയോടങ്ങേ പാദത്തുങ്കൽ വെച്ചിത കാഴ്ചയതെന്നറിവു. 1661 കർക്കടകം 3 ദിവസം ആരാധനയോടിവയെല്ലാരും അറിവാൻ ദൈവം കൃപ ചെയ്തു. മലയാള ഭാഷയിലെ ആദ്യ ചരിത്ര ഗ്രന്ഥമായ നിരണം ഗ്രന്ഥവരി ക്രോഡീകരിക്കപ്പെട്ടതും ഈ മണ്ണിലാണ്. തോട്ടം സൂക്ഷിപ്പാനും കൈകാരികൾ ഭക്ഷിപ്പാനും തോട്ടത്തിൽ അവരെ കാവലുമാക്കി ദൈവം. ദൈവം തോട്ടത്തിൻ നടുവിലുള്ള വൃക്ഷത്തിൻ ഫലം നിങ്ങൾ തിന്നുന്ന നാളിൽ മരിക്കും നിശ്ചയം തന്നെ. ആദത്തെ വഞ്ചിപ്പാൻ സാത്താനൊരു സൂത്രമെടുത്തു. സർപ്പത്തിന്റെ വായിൽ കരി സാത്താനുമായി തോട്ടത്തിൻ നടുവിലുള്ള വൃക്ഷത്തിൻ ഫലം നിങ്ങൾ തിന്നുന്ന നാളിൽ കണ്ണു തുറക്കും. നിങ്ങൾ കണ്ണു തുറക്കും. നിങ്ങൾ ദൈവത്തെ പോലെയാകും. നേരെന്ന് വിശ്വസിച്ചു പാടുന്നാൽ അവൾ വാറിച്ചു. രണ്ടവൾ തിന്നു വേഗം കൊണ്ട് കൊടുത്തവന്. തിന്നപ്പോൾ ഇരുവരും നക്കര ചമഞ്ഞല്ലോ. അത്തിയിൽ അവറിച്ചു നഗ്നതയെ മറച്ചു. ആദത്തെ വിളിച്ചപ്പോൾ ഏതെങ്കിലും കാണാനില്ല. കൂട്ടായി തന്ന സ്ത്രീ തന്നു എന്നെ ചതിച്ചല്ലോ. തോട്ടത്തിൽ നിന്നവരെ ആട്ടിപ്പുറത്തിറക്കി മാലകമാരെ കാവലുമാക്കി ദൈവം. ഇന്നത്തെ തീരത്തെ